നമ്മളെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് മെറ്റലോ എന്തെങ്കിലും ജയസൂര്യ അകത്തായ പോലെ ആലടി എല്ലാ നാട്ടുകാരും വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ റോഡിലിറങ്ങി പാലത്തിൽ നിൽക്കുകയാണ്. അവര് പച്ചക്കറിയെ തള്ളം കഴിയുന്നത് കൊണ്ട് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഈ കാലതാമസം മുതൽ ഷോപ്പിംഗൊക്കെയായി മാറുന്നത് ഇപ്പോൾ ഈ കിടക്കുന്ന അവസ്ഥ പലർക്കും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, അടി തട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ബൾജുകളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ പറ. ഒന്ന് ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് അയക്കുമോ? ഓക്കെ. ഒന്ന് പിന്നെ മനോരമക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ മനോരമ ഏഷ്യാനെറ്റ് എല്ലാം ഉണ്ട്, അവരടുത്ത് ഒന്ന് പറഞ്ഞേക്കുമോ? ഓ ശരി ശരി. ബിജുവാണ്, PWD സെക്രട്ടറിയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വിഷമം നമ്മൾ ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട PWD ഓഫീസർ അതിലും എല്ലാവരും നമ്മൾ ശ്രദ്ധപ്പെടുത്താറുണ്ട്. ഇതിങ്ങനെ ആവുന്നതിന് മുമ്പ് ഒന്ന് ചെയ്തു തരാം. എല്ലാവരും പറയാൻ പാടില്ല. അല്ലെല്ലാം പറയണേ, ഞങ്ങൾക്ക് അറിവിൽ പറയാൻ പറ്റുന്ന അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരിക. അല്ലാതെ വ്യാപാരികളായാലും റെസ്റ്റോറൻറ്റ് എല്ലാവരും ഓണേഴ്സ് എല്ലാവരും 10 ദിവസമായിട്ട് ഒരു വണ്ടി പോകാത്തൊരു അവസ്ഥ. കൊച്ചു കുട്ടികളടക്കം ഞങ്ങൾക്കൊന്നും ഈ പാലങ്ങളൊക്കെ അടിച്ചാൽ ഒരു മണിക്കൂർ. നമ്മളെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ട് മെറ്റലോ എന്തെങ്കിലും ജയസൂര്യ അകത്തായ പോലെ ഇപ്പൊ അടിയന്തരമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച മഴയത്ത് ഇവര് കൊണ്ടുവന്നിട്ട് ടാറിങ് കൊണ്ടുവന്ന് ഇട്ടിട്ട് നിറച്ചിട്ട് പോയി. പിറ്റേ വന്ന് വന്ന വാഹനം എല്ലാം ചെയ്ത് വരുമ്പോ പോലും ബൾജ് എടുക്കാല്ലേ. ഇത് സിമെന്റ് കാര്യങ്ങൾ നടക്കും. ഇത് എപ്പോഴും അത് ചെമ്പിന്റെ ഇത് കാരണം ചെമ്പിന്റെ സീറ്റ് ആകെ പോയതാണ്. കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതിന് എന്തിനു അതും ഞാൻ പറയാതെ മനസ്സിലായില്ല. നമ്പർ കൊടുത്തു സാധാരണ കണ്ടില്ല. ഒരു ആംബുലൻസ് എന്താണ് നമ്പറെന്ന് സർക്കാർ സ്കൂൾ കൊടുക്കണം. 10 ദിവസം മുമ്പ് ഞാൻ പോകുമ്പോ ഇത് കണ്ടിട്ടില്ല. അതെ 10 ദിവസമായി സാറേ, 10 ദിവസമായി. അതുകൊണ്ട് 4 മണിക്കൂറിലേക്ക് അംഗമാരിക്ക് പണി കൊടുത്തു സാറേ. സർവീസുകൾ എത്തിച്ചു. എന്നിട്ട് മന്ത്രി